സജീവൻ, ഇവിടെ നേരത്തെ താങ്കൾ അടക്കം സൂചിപ്പിച്ചിട്ടുള്ള പോലെ അവരെ പാർട്ടിയിൽ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുകയോ പ്രഖ്യാപിക്കുകയോ എന്നതൊക്കെ ഉള്ളത് ഓരോ പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, അവർക്ക് പ്രഖ്യാപിക്കാതിരിക്കാം. പക്ഷേ ഇവിടെ ശ്രീ വിജയരാഘവൻ സൂചിപ്പിച്ച പോലെ തന്നെ അവരൊക്കെ ആരെയാണ് ശത്രുപക്ഷത്ത് കാണുന്നത് എന്നുള്ളിടത്താണ് അവരുടെ നിലപാടുമുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മലപ്പുറം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തി ആ വിഷയം അവിടെ അവസാനിക്കുമെന്ന് കരുതുന്നുണ്ടോ? അവിടെ നമുക്കറിയാം, ഈ കഴിഞ്ഞ ദിവസം ബി.ജെ.പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ രീതിയിൽ ആരോപണം ഉയർത്തിയതും ഈ ഒരു വിഷയത്തിൽ ഊന്നി തന്നെയായിരുന്നു. ലീഗ് ഇത്തരത്തിൽ തീവ്രവാദ ബന്ധമുള്ള സംഘടനകളുമായി സഖ്യം ചേർന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ആരോപണങ്ങളായി വന്നതാണ്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മാത്രം ഈ വിഷയം അവസാനിക്കുന്നതാണോ ശ്രീ സജീവൻ? തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മാത്രമേ ഈ വിഷയം അവസാനിക്കില്ല. ഇത് നമ്മൾ കാണേണ്ടത്, ഇപ്പം വിജയരാഘവൻ പറഞ്ഞതിലോ നൗഷാദ് പറഞ്ഞതിലോ ഉള്ള ഇതിൽ നമ്മൾ മൊത്തം അല്ലെങ്കിൽ ലീഗിൻ്റെയും അല്ലെങ്കിൽ UDFൻ്റെയും LDFൻ്റെയും നിലപാടുകളുടെ കാര്യത്തിൽ കാണേണ്ട ഒരു കാര്യം ന്യായമായ ആശങ്കയാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം, ഇതിൻ്റെ യഥാർത്ഥ പൊരുൾ കിടക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഉടൻ തന്നെ BJPയുടെ ഭാഗത്തുണ്ടായ BJP നേതാക്കന്മാർ ചില ആളുകൾ നടത്തിയിട്ടുള്ള ഒരു സത്യമാണ് എന്ന് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്ന വെളിപ്പെടുത്തലാണ്. അതായത് CPM-ഉം അല്ലെങ്കിൽ LDF-ഉം BJPയും തമ്മിൽ ലീഗും തമ്മിൽ കൂട്ടുകെട്ടുണ്ടാക്കിയിരിക്കുന്നു. അങ്ങനെ ഒരു ചർച്ച കുഞ്ഞാലിക്കുട്ടിയും പിണറായി വിജയനും തമ്മിൽ രഹസ്യ ചർച്ച കോട്ടക്കൽ വെച്ച് നടത്തി, എടപ്പാൾ വെച്ച് നടത്തി എന്ന രീതിയിൽ ഒരു വലിയ പ്രഖ്യാപനം നടത്തുകയും ആ പ്രസ്താവന നടത്തുകയും അത് വളരെ ശക്തമായ രൂപത്തിൽ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഇത് സ്വാഭാവികമായിട്ടും ഈ ഒരു കൂട്ടുകെട്ടുണ്ടാക്കി BJPക്ക് അനുകൂലമായിട്ടുള്ള കുറേ വോട്ട് ബാങ്കുകൾ ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമമാണ് എന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല. ആ ശ്രമം നമുക്ക് പല സ്ഥലങ്ങളിലും ചെയ്തില്ല. അരുവിക്കരയിൽ ഉൾപ്പെടെ കണ്ടതുപോലെ അവിടെ UDF-ൽ നിന്നും LDF-ൽ നിന്നും ഒരേപോലെ വോട്ടുകൾ ചോർത്തിയെടുക്കാനുള്ള ശ്രമം അവർ നടത്തിക്കൊണ്ടിരിക്കുക. അത് അവരുടെ രാഷ്ട്രീയ പാർട്ടിയുടെ താല്പര്യമാണ്. ആ താല്പര്യം ഇവിടെ ഞാനിപ്പോഴും വിചാരിക്കുന്നത് ഇത്തവണത്തെ മലപ്പുറം തെരഞ്ഞെടുപ്പിൽ അത് ഒരു നല്ലൊരളവ് വരെ അവർക്കതിൽ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നാണ്. അതിനവർ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതുവരെയുള്ള ദിവസങ്ങളിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങനെയാണ്, ഇനിയും അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും അങ്ങനെയായിരിക്കും. ഈ ഒരു നിലപാടിലേക്ക് അവർ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ രണ്ട് പക്ഷത്തിനും ന്യൂനപക്ഷത്തിനും LDF-നും ഒരേപോലെ ആശങ്കയുണ്ട്. ന്യൂനപക്ഷങ്ങളുടെ വോട്ട് ഇത് UDF-ൻ്റെ ഭാഗത്തുള്ള കോൺഗ്രസ് വോട്ടുകൾ കുറേ അപ്പുറത്തേക്ക് പോകുമോ എന്നുള്ളൊരു പേടി സ്വാഭാവികമായിട്ടും ന്യൂനപക്ഷങ്ങൾക്കുണ്ട്. അത് കോമ്പൻസേറ്റ് ചെയ്യാൻ രണ്ട് പാർട്ടികളുടെയും ഈ വെൽഫെയർ പാർട്ടിയിലെയും SDP-യുടെ ഭാഗത്തുനിന്നൊരു പക്ഷേ അങ്ങോട്ടേക്കൊരു ഒഴുക്കുണ്ടായിക്കഴിഞ്ഞാൽ അതിൽ നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, അങ്ങനെ ഒരു ശ്രമം ഉണ്ടായേക്കാം. ഒരു പക്ഷേ ഇതേപോലെ ആശങ്ക, അതായത് LDF-ന് കിട്ടേണ്ട വോട്ടുകളുടെ നല്ലൊരു പങ്കും ഇങ്ങനെ നേരത്തെ SDP-യുടെയും മറ്റും ഭാഗത്ത് കിട്ടാവുന്ന വോട്ടുകൾ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ശക്തി നിലനിർത്താൻ പറ്റും, അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് പോകുന്ന വോട്ടുകൾ നഷ്ടപ്പെടുന്നതിന് കൂടെ ഒരു കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു തോന്നൽ കൊണ്ട് തന്നെയാണ് LDF ഈ ഒരു ആശങ്ക. അപ്പോൾ ഈ രണ്ട് പക്ഷത്തിൻ്റെയും UDF-ൻ്റെ ആയാലും LDF-ൻ്റെ ആയാലും പക്ഷത്തുള്ള ആശങ്കകൾ സ്വാഭാവികമായിട്ടും ഉണ്ട്. ഇവിടെ ഇതിനിടയിലാണ് കലക്ക് വെള്ളത്തിൽ മീൻ പിടിക്കാനുള്ള BJPയുടെ ശ്രമം. ആ BJPയുടെ ശ്രമത്തിന് അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു കാര്യമായൊരു ചലനമൊന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ പോലും, ഒരു അത്ഭുതമൊന്നും അവർക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഈ മലപ്പുറം തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇനി വരാനിരിക്കുന്ന കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലെയും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെയും അത് കഴിഞ്ഞിട്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ ഒരു ഡ്രസ് റിഹേഴ്സലാക്കിയിട്ട് മാറ്റാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ട് പ്രകോപനം ഉണ്ടാക്കാവുന്ന രൂപത്തിൽ പല സ്ഥലങ്ങളിലും പല പ്രശ്നങ്ങളും ഉണ്ടാവും. ഇതൊക്കെ ഈ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് മതേതര കക്ഷികൾ ഞങ്ങളുടെ കൂടെ ചേരൂ, ഞങ്ങൾക്ക് വോട്ട് ചെയ്യൂ എന്നുള്ളതല്ല, ഈ ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് തങ്ങളുടെ പക്ഷത്തുള്ള വോട്ടുകളിൽ പരമാവധി പോവാതിരിക്കാനുള്ള ശ്രമമാണ് ഇരു വിഭാഗവും നടത്തേണ്ടത്. അതിനുള്ള ശ്രമത്തിനപ്പുറത്തേക്ക് പരസ്പരം ആരോപണം ഉന്നയിച്ചുകൊണ്ട് LDF ആണെങ്കിലും UDF ആണെങ്കിലും മാറിപ്പോകുമ്പോൾ നേട്ടം കൊയ്യുന്നത് BJP ആയിരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും ആ ഒരു ആശങ്ക തന്നെയാണ് ചർച്ചയിലും ഉയർന്നു വരുന്നത്. തിരികെ ചർച്ചയിലേക്ക് വരികയാണ്. ശ്രീ പഴകുളം മധു, ഇവിടെ ശ്രീ സജീവൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ BJPക്ക് ശക്തി തെളിയിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്, ഒരു ജയപരാജയം എന്നതിന് അപ്പുറത്തേക്ക് ആ ഒരു സാഹചര്യത്തെ ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുകയാണ് ഒരുപക്ഷെ
ഈ ഒരു തണുപ്പൻ നിലപാട് എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ നിരീക്ഷിക്കപ്പെടുന്നത്. ഇവിടെ താങ്കൾ അടക്കമുള്ളവർ സൂചിപ്പിച്ചു, SDPIയും വെൽഫെയർ പാർട്ടിയും ഒന്നും നിലപാട് വ്യക്തമാക്കിയിട്ടില്ല, അവരുടെ വോട്ട് വേണോ വേണ്ടയോ ഒന്നും ലീഗും വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ അതിനും അപ്പുറത്തേക്ക് എങ്ങനെയാണ് ദുരുപയോഗം ചെയ്യപ്പെടുന്നത് എന്നത് കൂടി പരിശോധിക്കേണ്ടതുണ്ട്. ആ ഒരു വിഷയത്തിൽ മുൻകരുതലോടുകൂടിയുള്ളൊരു നിലപാടെടുക്കുകയല്ലേ ഈ ഒരു ഘട്ടത്തിൽ പരസ്പരം രാഷ്ട്രീയമായ പഴിചാരലുകൾക്ക് അപ്പുറത്തേക്ക് വേണ്ടത്? ശ്രീ പഴവളം മധു. ബഹുമാനായ ശ്രീ സജീവൻ ഇവിടെ അദ്ദേഹം സൂചിപ്പിച്ചത് ഇങ്ങനെ സംഭവിക്കാം, രണ്ട് തരത്തിൽ സംഭവിക്കാം, അതിനുള്ള ആശങ്കയാണ് അദ്ദേഹം ഇവിടെ പ്രകടിപ്പിച്ചത്. സത്യത്തിൽ അദ്ദേഹം പറഞ്ഞത് ഞാൻ തെറ്റായി കാണുന്നില്ല. അദ്ദേഹം പറഞ്ഞത് ഒരു വിശകലനമാണ്, മാധ്യമ വിശകലനമാണ്. രണ്ട് തരത്തിൽ സംഭവിക്കാം, സംഭവിക്കാതെയും ഇരിക്കാം. പക്ഷേ ഇവിടെ സംഭവിക്കേണ്ടതെന്ന് വെച്ചാൽ BJPയെ അവരെ സ്വാധീനിക്കാം, അവരുടെ കൂടെ ഒരു സഹായം തേടാൻ കഴിയുമോ എന്നാണ്. അല്ലെങ്കിൽ ഹിന്ദു വോട്ടുകളുടെ ഒരു കൺസോൾട്ടേഷൻ ഈ ന്യൂനപക്ഷ ഏകീകരണത്തിൻ്റെ പേര് പറഞ്ഞിട്ട് ഭൂരിപക്ഷ വോട്ടുകളിൽ അല്പമെങ്കിലും തങ്ങളിലേക്ക് കൊണ്ടുവരാൻ കഴിയുമോ? കാരണം മലപ്പുറത്ത് വളരെ ദയനീയമായ പരാജയമാണ് ഇടതുപക്ഷ മുന്നണി ഏറ്റെടുക്കാൻ പോകുന്നത്. വളരെ ദയനീയമായിരിക്കും. കഴിഞ്ഞ തവണ അഹമ്മദ് സാഹിബിനെ കിട്ടിയതിനേക്കാൾ വലിയ ഭൂരിപക്ഷം കുഞ്ഞാലിക്കുട്ടി സാഹിബിന് കിട്ടാൻ പോവുകയാണ്. അതിന് രാഷ്ട്രീയപരമായ പല കാരണങ്ങളുണ്ട്. ഒന്ന്, ദേശീയ രംഗത്ത് മതേതര വോട്ടുകൾ ഏകോപിക്കണം, ഒന്നിക്കണം, ഇതൊരു ഭീകരമായ അന്തരീക്ഷമാണ് ഇത് നടക്കുന്നത് എന്ന സാഹചര്യം എല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും UP തെരഞ്ഞെടുപ്പിൽ പോലും മതേതര വോട്ടുകളിൽ ഉണ്ടായ ഭിന്നിപ്പ് അത് ഈ രാജ്യത്തെ വർഗീയ ശക്തികൾക്ക് കൂടുതൽ വളരാനുള്ള സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള ഒരു ഭീതി മതേതര ശക്തികൾക്കിടയിൽ എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട്. ആ CPM-നും ഉണ്ട്. പക്ഷേ അവരുടെ ലക്ഷ്യം എപ്പോഴും ചോര കുടിക്കുക എന്നുള്ളതാണ്. ക്ഷീരമുള്ള ഒരു അഗ്നിയും ചുവട്ടിൽ എപ്പോഴും കൊതുകിനെപ്പോഴും ക്ഷീരമാണെങ്കിലും ചോരയാണെങ്കിലും കൊതുകിന് പ്രിയം ചോരയോടാണ്. അപ്പോൾ ആ ഒരു പ്രിയമാണ് CPM ഇവിടെ കാണിക്കുന്നത്. വർഗീയതയാണ് അവരുടെ ലക്ഷ്യം, ധ്രുവീകരണമാണ് അവരുടെ ലക്ഷ്യം. ആ ധ്രുവീകരണവും ആ വർഗീയ ഭിന്നിപ്പും എത്രമാത്രം നമ്മുടെ രാഷ്ട്ര ശരീരത്തിന് മുറിപ്പാടുണ്ടാക്കുന്നു, എത്രമാത്രം നമ്മുടെ സമൂഹ ഗാത്രത്തെ അത് നോവിപ്പിക്കുന്നു, അത് നശിപ്പിക്കുന്നു എന്നൊന്നും അവരെ ഒരു കാലത്തും ബേജാറാക്കിയിട്ടില്ല. ഈ മലപ്പുറത്തും അവർ പയറ്റുന്ന ഇതേ നയമാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഫൈസൽ വധത്തിലെ പ്രതികളെ പിടിക്കാൻ എന്താണ് കാലതാമസം? ശ്രീ ലോക്നാഥ് ബെഹ്റയ്ക്കെതിരായിട്ട് BJPയുടെ ഒരു ഏജന്റ് എന്നുള്ള നിലയിൽ വലിയ പ്രചരണം കേരളത്തിൽ നടക്കുന്നു. ഇവർക്ക് തടുക്കാൻ സാധിക്കുന്നുണ്ടോ? അപ്പം BJPയുമായി പല രംഗത്തും ഇവർ ഒരു കൂട്ടുകെട്ടിനുള്ള പരിശ്രമം നടത്തുകയാണ്. ഹൈന്ദവ വോട്ടുകൾ, ഭൂരിപക്ഷ വോട്ടുകൾ ഏകോപിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ BJPയുടെ സഹായം ഒളിഞ്ഞും തെളിഞ്ഞും ലഭിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു പ്രചരണം. അതേ അവസരത്തിൽ മലപ്പുറത്തുണ്ടാകാൻ പോകുന്ന ഒരു വലിയ വിജയം, അത് കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഇന്ന് നേരിടുന്ന അപജയത്തിൻ്റെ ആക്കം കൂട്ടും, ആഴം കൂട്ടും എന്ന് മനസ്സിലായിക്കൊണ്ട് അതിനുള്ള മറുമരുന്നാണ് തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടാകുന്ന രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയുള്ളൊരു പരിശ്രമം മാത്രമാണ് ഇവർ നടത്തുന്നത്. ഇവരുടെ ഗവൺമെൻറ് ആകെ തകർന്നിരിക്കുന്നു. 2 മന്ത്രിമാർ 10 മാസം കഴിഞ്ഞപ്പോഴേക്കും ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് ഇരട്ട പ്രസവിച്ചിരിക്കുകയാണ്. 2 മന്ത്രിമാർ രാജിവെച്ച് പോയിരിക്കുകയാണ്. SSLCയുടെയും +2-ൻ്റെയും ചോദ്യപേപ്പർ ചോദിച്ചിരിക്കുകയാണ്. പണ്ടൊക്കെ മുസ്ലിം ലീഗിനെ ഒരു വർഗീയ പാർട്ടിയാക്കി മാറ്റാൻ വേണ്ടി ഈ CPM നടത്തിയ പ്രചരണമാണ്. കേരളത്തിൽ UDF എന്ന് വന്നാലും ലീഗിന് മന്ത്രിസ്ഥാനം, ലീഗിന് വിദ്യാഭ്യാസ വകുപ്പ്. എന്താ എൻ്റെ പ്രചരണത്തിൻ്റെ ലക്ഷ്യം? മുസ്ലിമിന്, ലീഗിനെന്നല്ല, ഒരു മുസ്ലിം വിദ്യാഭ്യാസ മന്ത്രിയാകുന്നു. അങ്ങനെ ഒരു ധ്രുവീകരണം ഹിന്ദുക്കൾക്കിടയിൽ ഉണ്ടാക്കി കേരളത്തിലെ ഹിന്ദുക്കളായിട്ടുള്ള കോൺഗ്രസിൻ്റെയും UDFൻ്റെയും വിശ്വാസികളെ ആ ഇടത്തു നിന്ന് മാറ്റിക്കൊണ്ടു പോകാൻ CPM നടത്തിയ ഗൂഢമായ തന്ത്രപൂർവമായ പരിശ്രമങ്ങളാണ് ഇന്ന് കേരളത്തിൽ BJP വളർന്നിട്ടുള്ളത്. ഇതേ തന്ത്രമാണ് ഇപ്പോൾ മലപ്പുറത്തും ഇവർ പയറ്റാൻ ശ്രമിക്കുന്നത്. ഇത് അപകടമാണ്. ശ്രീ വിജയരാഘവൻ യാഥാർത്ഥ്യബോധത്തിന്റെ ഒരു കുറവുണ്ടോ നമുക്ക് ചെറിയൊരു സംശയം. അതായത് ഈ കേരളത്തിൽ ഈ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ BJPക്ക് കിട്ടിയ വോട്ടുകൾ എവിടുന്നാണ് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടത് എന്നുള്ള സൂക്ഷ്മ പരിശോധന നടത്തിയ ഏതൊരാൾക്കും ബോധ്യപ്പെടും. കോൺഗ്രസിന്റെ ഹിന്ദു വോട്ടാണ് BJP പിടിച്ചെടുത്തുകൊണ്ട് പോയത്. ആ വോട്ടിന്റെ ശതമാനം നോക്കൂ, ഏത് നിയോജകമണ്ഡലങ്ങളെ എടുത്ത് പരിശോധിക്കൂ, ഏത് വോട്ടാ കൊണ്ടുപോയത്. അതിന്റെ കാരണം എന്താ? കോൺഗ്രസ് പാർട്ടിയിൽ സതീശൻ ഉൾപ്പെടെയുള്ളവർ സ്വീകരിച്ചു പോന്ന അവസരവാദപരമായ മൃദു ഹിന്ദുത്വ സമീപനങ്ങൾ അതിന്റെ ഭാഗമായി സൃഷ്ടിക്കപ്പെട്ടതാണിത്. എന്താ ഇപ്പൊ തന്നെ അദ്ദേഹം സംസാരിച്ചു നോക്കൂ. ഇവിടെ മുസ്ലിം തീവ്രവാദ സംഘടനകളാണ് ഫൈസൽ വധത്തിൽ ഏറ്റവും കൂടുതൽ അക്രമാസക്തമായ സമരം ഉണ്ടാക്കിയത്. എന്താ അവിടെ സംഭവിച്ചത്? മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്തു. അദ്ദേഹം ഇപ്പൊ പറയുന്നത് എന്താ? പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഒറ്റ പ്രതി ഒഴിവാക്കാതെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞത് ഇടതുപക്ഷ ഗവൺമെന്റ് ആയതുകൊണ്ടാ. UDF സഹിക്കില്ല. ഇവരുടെ കോൺഗ്രസിന്റെ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് ഇവിടുത്തെ ഏത് മത തീവ്രവാദ ശക്തിയോടാ സന്ധി ചെയ്യാതിരുന്നത്? BJP RSS സംഘപരിവാർ ഗ്രൂപ്പിനോട് ഇവർക്ക് സന്ധിയായിരുന്നു.
മറ്റ് സാമുദായിക വർഗീയ ശക്തികൾ, ന്യൂനപക്ഷത്തിന്റെ എല്ലാ വർഗീയ സാമുദായിക ശക്തികളോടും മതമൗലികതാവാദികളോടും പൂർണ്ണമായ സന്ധി ചെയ്തുകൊണ്ടാണ് കോൺഗ്രസ് ഇവിടെ എല്ലാ കാലത്തും അധികാരത്തിലിരുന്നിരുന്നത്. എല്ലാ തരം വർഗീയതയും ഒരുപോലെ പ്രോത്സാഹിപ്പിച്ചതാണ് കോൺഗ്രസ് നിലപാടുകൾ. അത് BJP വർഗീയതയും ഹിന്ദു വർഗീയതയും പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്, ന്യൂനപക്ഷ വർഗീയതയും പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. തരാതരം പോലെ തങ്ങളുടെ രാഷ്ട്രീയ ചെറിയ ലാഭത്തിന് വേണ്ടി അവർ സ്വീകരിച്ച നിലപാടുകളാണ് ഈ രാജ്യത്താകെ വർഗീയ ധ്രുവീകരണത്തിലേക്ക് വലിയൊരു സംഭാവന നൽകിയതെന്ന് ഇത് സംബന്ധിച്ച് സൂക്ഷ്മ പരിശോധന നടത്തുന്ന എല്ലാവർക്കും അറിയാം. വസ്തുതകളുടെ പിൻബലമില്ലാതെ സംസാരിക്കുകയാണ് ഇപ്പൊ സതീശൻ ചെയ്തത്. ഈ 10ാം ക്ലാസ് ഒരു പരീക്ഷാ പേപ്പർ ചോർന്നുപോയി, അതുകൊണ്ട് മുസ്ലിം വിരുദ്ധമായ നിലപാടാണ് അതിനെ വ്യാഖ്യാനിച്ചാലോ, വിദ്യാഭ്യാസ മന്ത്രി മുസ്ലിമായാൽ അതിനെ വിമർശിക്കുന്നവരാണ് ഇടതുപക്ഷക്കാർ എന്ന് വരെ പറഞ്ഞു പോവാണ്. ഇവിടെ കഴിഞ്ഞ വർഷം ഈ വിദ്യാഭ്യാസ വകുപ്പും വെച്ചിട്ട് എത്ര പണമാണ് അടിച്ചുകൊണ്ട് പോയത്. +2 സ്കൂൾ ഒരു സ്കൂളിൽ ഒരു കുട്ടിയെ നിയമിക്കുമ്പോൾ 25 ലക്ഷം റുപ്യ. അപ്പൊ 4000 മാഷന്മാർക്ക് ശമ്പളം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, അവർക്ക് ജോലി സ്ഥിരത കിട്ടിയിട്ടുണ്ടായിരുന്നു +2. ആ 4000 അധ്യാപകരോട് കൈക്കൂലി കൊടുത്തിട്ടുണ്ട് 25 ലക്ഷം രൂപയിൽ. ആരാ മേടിച്ചോണ്ട് പോയത്? ആരാണ് സഹായം ചെയ്തു കൊടുത്തത്? അഴിമതിയുടെ ഒരു കഥയാണത്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകില്ല. എന്നിട്ട് അതൊക്കെ വെച്ചിട്ട് അതിനൊക്കെ ന്യായീകരണം പറഞ്ഞുകൊണ്ടിരിക്കുകയപ്പോ ഇവിടെ മതനിരപേക്ഷത സംരക്ഷിക്കാൻ ഏറ്റവും കൃത്യമായ നിലപാട് ഇടതുപക്ഷം ഒരു ഘട്ടത്തിലും BJPയോട് സന്ധി ചെയ്തില്ല. ഇടതുപക്ഷം BJPയെ താഴെയിറക്കാൻ ഈ സതീശന്റെ പാർട്ടിക്ക് വരെ പിന്തുണ കൊടുത്തു നോക്കി ഞങ്ങൾ. ഇത് BJP വളരുന്നൊന്ന് ഒഴിവാക്കാൻ പറ്റുമോ നോക്കിയതാ. സതീശൻ ഇപ്പൊ ചരിത്രം എന്ന് അറിയണമെന്നുണ്ട്. ഈ ചരിത്രം ഞങ്ങൾ പിന്തുണ കൊടുത്തു നോക്കി. അവസാനം എന്താ പോയിട്ട് BJP ശക്തിപ്പെട്ടു. കാരണം ഇവർ സ്വീകരിച്ച നിലപാടുകളാ. ഇപ്പൊ എന്താ കോൺഗ്രസിന് BJP വിരുദ്ധമായ BJPയെ മാറ്റുന്നതിന് വേണ്ടിയുള്ള രാഷ്ട്രീയത്തിന്റെ വിശ്വാസ്യത തന്നെ നഷ്ടപ്പെട്ട് നിൽക്കുക ഇന്ത്യയുടെ ദേശീയ രാഷ്ട്രീയത്തിൽ. വസ്തുതയെ നമ്മൾ ഒരു നേരെ കണ്ണിന്റെ മുന്നിൽ കാണുന്ന യാഥാർത്ഥ്യങ്ങളെ തരംതിരിച്ചു വെച്ചിരുന്ന് എന്തെങ്കിലും പറയുന്നത് ശരിയാണോ? അതുകൊണ്ട് സതീശൻ ഒഴിഞ്ഞിരിക്കുമ്പോൾ വളരെ ഒരു സ്വയം വിമർശനം നടത്തുന്നത് അദ്ദേഹത്തിനൊന്നും നല്ലതാണ്. അദ്ദേഹത്തിന് രാത്രി കടന്നുറങ്ങുമ്പോൾ ഒരു മാനസികമായ സന്തോഷം ഉണ്ടാവാനും നല്ലതാണെന്ന് മാത്രമേ അത് സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളൂ. ഞങ്ങളുടെ നിലപാടുകളെ സംബന്ധിച്ച് നാട്ടിലെ ജനങ്ങൾക്കറിയാം. ഈ ചോര കൊടുത്തിട്ടാണ് ഞങ്ങളെ സഖാക്കൾ BJPയോട് കേരളത്തിൽ ഫൈറ്റ് ചെയ്യുന്നത്. മനസ്സിലായി? ഈ കേരളത്തിൽ ഏത് മനുഷ്യനും പറയുന്ന കാര്യമില്ലേ, സതീശനത് മനസ്സിലാവില്ല. കാരണം സതീശന് ആ വേദന ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. കോൺഗ്രസിന്റെ വക്താവ് ശ്രീ പഴകുളം മധുവാണ് നമ്മൾ സംസാരിച്ചത്. ഞാൻ തിരികെ എത്താം ശ്രീ വിജയരാഘവൻ. ശ്രീ നൌഷാദ്, ഇവിടെ ആവർത്തിച്ച് ഇത്തരം വിഷയങ്ങളിലേക്ക് ആരോപണങ്ങൾ എത്തുന്ന ഒരു ഘട്ടത്തിൽ പ്രത്യക്ഷമായി ഇതിലൊരു നിലപാടെടുക്കാൻ ലീഗിനാവില്ലേ? അവിടെ എന്താണ് തടസ്സം? അല്ല, ഇവിടെ യഥാർത്ഥത്തില് സംഭവിക്കുന്ന എന്താ അറിയണം നിങ്ങൾക്ക്? ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു വെപ്രാളമാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണം, സ്ഥാനാർത്ഥി പരിചരണം ഒക്കെ തുടങ്ങിയപ്പോ അവർക്കുള്ള വലിയ ജനങ്ങളിൽ നിന്നുള്ള പ്രതികരണം കിട്ടിയപ്പോൾ ഒരു നിരാശ, തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന നാണംകെട്ട പരാജയം, അതൊക്കെ മറച്ചു വെക്കാനുള്ള കോപ്രായങ്ങളാണ്. നമുക്കറിയാം ഇത് പൊളിറ്റിക്കൽ സ്റ്റണ്ടാണ്. ഇവിടെ മലപ്പുറത്ത് ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു ഇവിടെ കോലീപീസ് ഒക്കെ ഉണ്ടെന്നാണ്. ഇപ്പൊ പറഞ്ഞു LDFും അത് വെൽഫെയർ പാർട്ടിയുമായിട്ടാണെന്ന്. നിങ്ങൾ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കുക. 2009 അതിനെ കൊണ്ടുവന്നിട്ട് നിങ്ങൾ കളിച്ച നാടകമൊക്കെ ഇവിടെ ഉണ്ട്. മുസ്ലിം ലീഗ് എക്കാലത്തും തീവ്രവാദത്തിനും ഫാസിസത്തിനും എതിരായി ശക്തമായ നിലപാടെടുത്താണ്. അതിന്റെ പേരിൽ ഞങ്ങൾക്ക് ഒരുപാട് പരിക്കുകളും പ്രയാസങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും നിലപാടിൽ ഒരു വിട്ടുവീഴ്ച ചെയ്യാതെ പോയതാ. പിന്നെ വിജയരാഘവൻ എന്ത് BJP വിരോധ പറഞ്ഞത്? വിജയരാഘവൻ ആദ്യമായിട്ട് പാർലമെന്റ് അംഗമായ പാലക്കാട് നഗരസഭ BJP ഭരിക്കുന്നത് എങ്ങനെയാണ്? CPM എടുത്ത നിലപാട് കൊണ്ടല്ലേ. അവിടെ BJP വരാതിരിക്കാൻ ഒരു സഖ്യമുണ്ടാക്കാനോ അല്ലെങ്കിൽ വിശാലമായൊരു നിലപാടെടുക്കാനോ മാർക്സിസ്റ്റ് പാർട്ടി തയ്യാറായിട്ടോ? നിങ്ങളുടെ BJP വിരോധമൊക്കെ മനസ്സിലാവും. ഫൈസൽ വധക്കേസിൽ പ്രതികളെ അറസ്റ്റ് ചെയ്ത് MLA അടക്കമുള്ള കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ആ നാട്ടിൽ ആഭാരവൃതം ജനങ്ങൾ CPM ഒഴികെ റോട്ടിലിറങ്ങി സമരം നടത്തിയതുകൊണ്ടാണ്. കേരളത്തിൽ അങ്ങനെ അനുഭവം മുമ്പുണ്ടായിട്ടുണ്ടോ? RSS അക്രമം വർദ്ധിക്കുന്ന നിങ്ങൾ പറഞ്ഞത്. RSS അക്രമം വർദ്ധിച്ചത് പിണറായി ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം. അതിന്റെ മുമ്പ് കേരളത്തിൽ ഇതുപോലെ RSS അക്രമം ഉണ്ടായിട്ടില്ല. അപ്പൊ ഈ കാര്യത്തില് തെരഞ്ഞെടുപ്പ് റിസൾട്ടിന് ശേഷം ഉണ്ടാകുന്ന നാണംകെട്ട പരാജയത്തെ മറച്ചു വെക്കാൻ എന്തൊക്കെയോ പറയണം. ആദ്യം പറഞ്ഞ ഓർമ്മയില്ല. ആദ്യം പറഞ്ഞ കോലിഫീസൊക്കെയാണ്. ഇപ്പൊ പറയുന്നത് SDPI വെൽഫെയർ പാർട്ടിയുടെയും തീരുമാനം. ഞാൻ ചോദിക്കട്ടെ, ബഹുമാനപ്പെട്ട വിജയരാഘവൻ ഞങ്ങളെ മലപ്പുറത്തുകാരനാണ്, ഞങ്ങളുടെ നാട്ടുകാരൻ. അദ്ദേഹം എങ്ങനെ അറിഞ്ഞു? അദ്ദേഹത്തിന് അതീന്ദ്രിയ ജ്ഞാനുണ്ടോ? അദ്ദേഹത്തിന് വെളിപാടുണ്ടോ? പിന്തുണ എങ്ങോട്ടാണ് മനസ്സിലാക്കാൻ? ആ പിന്തുണ എങ്ങോട്ടാണ് അവർ പറയട്ടെ, അവരവരുടെ നിലപാട് വ്യക്തമാക്കട്ടെ. അപ്പോഴല്ലേ മുസ്ലിം ലീഗ് പ്രതികരിക്കേണ്ടത്. അവിടെയാണ് ശ്രീ നൌഷാദ് അദ്ദേഹം പറഞ്ഞത് ഒരു രഹസ്യ കൂട്ടുകെട്ടെന്ന്. അതായത് നിലവിൽ SDPI ഒക്കെ എടുത്തിരിക്കുന്ന നിലപാട് ഇടതുപക്ഷത്തിനെതിരാണ്. അവിടെ BJPക്കെതിരെ ഒറ്റക്കെട്ടായി രൂപപ്പെടാനുള്ള ഒരു സാധ്യത, ആ ഒരു രഹസ്യ കൂട്ടുകെട്ട് എന്ന രീതിയിൽ തന്നെയാണ്. ഞാൻ പറഞ്ഞത് നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രത്യക്ഷത്തിൽ ഇവർ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. അതിന്റെ അർത്ഥം അവർക്കൊരു നിലപാടില്ല എന്നുള്ളതല്ല, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു നിലപാട് എടുത്തിട്ടില്ല എന്നുള്ളതല്ലല്ലോ. അവരുടെ നിലപാട്
എന്താണ് എന്ന് അവർ വ്യക്തമാക്കട്ടെ. അപ്പൊ മുസ്ലിം ലീഗ് ഒരു ഉത്തരവാദിത്തമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനല്ലേ? മുസ്ലിം ലീഗ് കാലാകാലങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തിനാണ് വിജയരാഘവൻ ഇതില് ഇത്ര വേവത് കൊണ്ട് വരുന്നത്? അത് നമുക്ക് മനസ്സിലാവും അതിന്റെ പൊളിറ്റിക്സ് എന്താണല്ലേ. മലപ്പുറത്ത് എല്ലാവർക്കും അറിയില്ലേ? ഇവിടെ മലപ്പുറത്തെ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി കുഞ്ഞാലിക്കുട്ടി സാഹിബ് വമ്പിച്ച ഭൂരിപക്ഷത്തിന് വിജയിച്ചു. ദയവായി തുടരുക ശ്രീ നൌഷാദ്. ഒപ്പം തന്നെ ശ്രീ വിജയരാഘവൻ ദയവായി ടെലിഫോൺ ലൈൻ തുടരുക, മറ്റ് അതിഥികളും തുടരുക. തിരികെ ചർച്ചയിലേക്ക് വരികയാണ്. ശ്രീ വിജയരാഘവൻ, താങ്കളുടെ മറുപടിയിലേക്ക് ശ്രീ നൌഷാദ് പറഞ്ഞ ആരോപണങ്ങൾ. ഇത് ആരോപണത്തിന്റെ എന്തെങ്കിലും നമ്മൾ വളരെ ലളിതമായ ഒരു തരത്തിൽ വിഷയത്തെ ചുരുക്കി കണ്ട് നമ്മള് തീവ്രമായ എന്തെങ്കിലും ആരോപണം ഉന്നയിക്കുക എന്നുള്ളത് സാധാരണഗതിയിൽ ഉയർന്നു വന്ന പ്രശ്നത്തോട് കൃത്യമായി മറുപടി പറയാൻ കഴിയാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പരിമിതിയാണ്. ഇവിടെ സംഭവിച്ചു പറഞ്ഞാല് നമ്മള് വളരെ കൃത്യമായ ഒരു കാര്യമാണ് പറഞ്ഞത്. വളരെ അപകടകരമായ ഒരു രാഷ്ട്രീയം ആണ് ഈ വന്നിരിക്കുന്നത്. ഈ അപകടകരമായ രാഷ്ട്രീയം ഇവിടെ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ട് അവരാകെ തീവ്രവാദികളാണ്, ഭീകരവാദികളാണ്, വർഗീയവാദികളാണ് എന്ന ആക്ഷേപം ഉന്നയിക്കാൻ ഹിന്ദു തീവ്രവാദികൾക്ക് അവസരമുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു പെരുമാറ്റം ആരുടെ ഭാഗത്തുണ്ടാകാൻ പാടില്ല. ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു സാധ്യതയെ രൂപപ്പെടുത്തുന്ന ചില ഘടകങ്ങൾ രൂപപ്പെട്ടു വരുന്നുണ്ട്. അതിനെ ശക്തമായിട്ട് നമുക്ക് അത് മുസ്ലിം മത ന്യൂനപക്ഷത്തിനെതിരായി മാറും. അതുകൊണ്ട് തന്നെ എല്ലാ തീരുമാനങ്ങളും ഈ കൃത്യമായി ഹിന്ദു തീവ്രവാദ വർഗീയത ഉയർത്തുന്ന വെല്ലുവിളികളെ അതിജീവിക്കാനായിരിക്കണം. പാലക്കാട് മുനിസിപ്പാലിറ്റിയില് പിന്നെ BJP അധികാരത്തിൽ വന്നല്ല, ഇന്ത്യ രാജ്യത്ത് BJP അധികാരത്തിൽ വരാതിരിക്കാൻ കോൺഗ്രസിനെ പിന്തുണയ്ക്കുകയാണ് ഇടതുപക്ഷം ചെയ്തത്. ഇതിൽ പരം ഒരു തീവ്ര ഹിന്ദുത്വത്തിനെതിരായിട്ടൊരു നിലപാട് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സ്വീകരിക്കാൻ ഞങ്ങൾക്ക് കോൺഗ്രസിനോട് ഒരു മേഖലയിലും ഒത്തുതീർപ്പുള്ളവരല്ല ഇടതുപക്ഷം, എന്നിട്ടും ഞങ്ങൾ നിലപാട് സ്വീകരിച്ചു. അങ്ങനെയാണ് 6 കൊല്ലം നമ്മളെ നാട്ടില് ഏതാണ്ട് ഒരു 10 കൊല്ലം BJP മാറിയിരുന്നത്. 10 കൊല്ലം കഴിഞ്ഞ് BJP പൂർവാധികം കരുത്തോടുകൂടി അധികാരത്തിലേക്ക് വരാനുള്ള സൗകര്യം കോൺഗ്രസ് ഒതുക്കി കൊടുക്കേണ്ടി ചെയ്തത്. ആ കിട്ടിയ അവസരത്തിലേക്ക് രാജ്യത്ത് മതനിരപേക്ഷതയെ ഉയർത്തിപ്പിടിക്കുന്ന ശരിയായ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുവരാനല്ല, അല്ലെങ്കിൽ സാധാരണ മനുഷ്യന്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്ന രാഷ്ട്രീയം കൊണ്ടുവരാനുമല്ല. അവര് ഈ രാജ്യത്ത് സാമ്രാജ്യത്വ ശക്തിയോടും അവരുടെ സാമ്പത്തിക പ്രമാണിമാരോടും ഐക്യം സ്ഥാപിച്ച് അവരുടെ കൊള്ളലാഭത്തിന് വഴി ഉണ്ടാക്കി പാവങ്ങളെയൊക്കെ അവഗണിച്ച് BJPക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യയിൽ ഒരുക്കി കൊടുത്തത് കോൺഗ്രസ് ഞാൻ എത്താം. ശ്രീ വിജയരാഘവൻ എത്താം. ശ്രീ പഴകുളം മധു, ഇവിടെ തീവ്ര ഹിന്ദു നിലപാടുകളുമായി ഒരു വിഭാഗം കടന്നു കയറാൻ ശ്രമിക്കുന്നു, അത് ഓരോ തെരഞ്ഞെടുപ്പിലും അവരുടെ ശക്തി വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന ഒരു വിഷയം ആരോപണമൊക്കെ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ശത്രുപക്ഷത്ത് നിർത്തേണ്ടത് ആരെ എന്ന ഒരു നിലപാട് കൂടി വ്യക്തമാക്കി ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകേണ്ട ഒരു ആവശ്യം പ്രത്യേകിച്ച് ഈ മലപ്പുറം തെരഞ്ഞെടുപ്പൊക്കെ സൂചിപ്പിക്കുന്നത്. അവിടെയാണ് ശ്രീ വിജയരാഘവൻ അടക്കമുള്ളവർ പറയുന്നത് ഇവിടെ വർഗീയ ശക്തികളോട് സമരസപ്പെട്ടാൽ അത് ഭാവിയിൽ ഇത്തരം വർഗീയ ശക്തികൾക്ക് മറുചേരി നിൽക്കുന്ന വർഗീയ ശക്തികൾക്ക് ശക്തമായ അടിത്തറ ഉണ്ടാക്കുന്നതിന് ഇടവെക്കും എന്നത്. BJP പോലും പറയാത്ത ആരോപണമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. BJP ഇതുവരെ പറഞ്ഞു. ശ്രീ നൌഷാദ് ഇവിടെ പറഞ്ഞു, മന്നശ്ശേരി നൌഷാദ് പറഞ്ഞു. അത് CPM ആദ്യം അവരുടെ സമുന്നത നേതാവായിട്ടുള്ള സ്റ്റേറ്റ് സെക്രട്ടറി പറഞ്ഞത് ഒരു കോലീബി സഖ്യം ഉണ്ടാകാൻ പോകുന്നു. എന്ന് വെച്ചാൽ എന്താ, കോൺഗ്രസും ലീഗും BJPയും തമ്മിൽ സഖ്യം ഉണ്ടാകാൻ പോകുന്നു വെച്ചാൽ മുസ്ലിങ്ങളെ സൂക്ഷിച്ചോളൂ, വലിയ അപകടം ഉണ്ടാകാൻ പോകുന്നു. അത് ഏശാതെ വന്നപ്പോഴാണ് ഇപ്പോൾ ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണത്തിന് വേണ്ടി ഉള്ള ശ്രമം നടക്കുന്നു എന്നുള്ള ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. ഇവർ BJPയാണ് സൂചിപ്പിക്കാൻ ശ്രമിക്കുന്നത്. കോടിയേരി ബാലകൃഷ്ണന്റെ സ്റ്റേജിന് സമീപം നടന്ന ബോംബ് സ്ഫോടനത്തിലെ പ്രതികൾ BJPക്കാർ, അവരെ പോലും പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അവരുമായിട്ടുള്ള ധാരണ പൊളിയാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. UPA ഗവൺമെന്റിന് CPM പിന്തുണ കുറേ നാൾ കൊടുത്തു, പിന്നെ പിൻവലിച്ചിട്ട് പോയി ദേശീയ രംഗത്ത് കോൺഗ്രസ് ക്ഷീണിപ്പിക്കാൻ ശ്രമിച്ചതും ഇതപര്യന്തം കോൺഗ്രസ് ഏറ്റവും കൊള്ളാത്ത പാർട്ടിയാണ്, കോൺഗ്രസ് തകരണം, അഴിമതിക്കാരുടെ പാർട്ടിയാണ് എന്ന് പറഞ്ഞ് കോൺഗ്രസ് ഭരണകൂടങ്ങളെ എല്ലാം ഈ രാജ്യമാകെ നടന്ന പ്രചരണത്തിലൂടെ ക്ഷയിപ്പിച്ച പാർട്ടിയാണ് CPM. അവർക്ക് അവസാനം ഗത്യന്തരമില്ലാതെ കോൺഗ്രസിനെ പിന്താങ്ങേണ്ടി വന്നു. ഇവർക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ, മതേതര ശക്തികളുടെ ഏകോപനം ഉണ്ടാകണമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ രാജ്യം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശത്രുത ഇന്ന് UPയിലെ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, യോഗി ആദിത്യനാഥ്. അവിടെ അവർക്ക് താല്പര്യത്തെല്ലാം പുറത്തു പൊക്കോളാൻ പറഞ്ഞിരിക്കുകയാണ്. UP ആരും ഇവിടെ നിൽക്കേണ്ട, ഞങ്ങൾക്ക് ഇഷ്ടമെല്ലാം പൊക്കോളൂ എന്ന് പറഞ്ഞ ഈ സാഹചര്യത്തിലെങ്കിലും ഇടതുപക്ഷ മുന്നണി ചെയ്യേണ്ടത് മതേതര ശക്തികൾ എന്തായാലും UDF ജയിക്കും, കുഞ്ഞാലിക്കുട്ടി സാഹിബ് ജയിക്കും. അപ്പോൾ പിന്നെ സ്ഥാനാർത്ഥി നിർത്തി അപകാശരാകാതെ മതേതര ശക്തിയെ ബലപ്പെടുത്താനുള്ള തീരുമാനമാണ് CPM. സമയപരിമിതി കൊണ്ട് ശ്രീ സജീവൻ, അവസാനമായി ദേശീയ തലത്തിൽ പോലും ലീഗിന്റെ പ്രാധാന്യം വർദ്ധിച്ചിരിക്കുകയാണ്, അത് BJPയെ നേരിടാനാണ് എന്ന് വിലയിരുത്തിക്കൊണ്ട് ഈ അടുത്തിടെ ഉണ്ടായ ലീഗിന്റെ വലിയ മാറ്റങ്ങളൊക്കെ തന്നെയും നമ്മൾ കണ്ടതാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ BJPയുടെ ഈ ഒരു നീക്കം
അറിയാതെ പോകുന്നോ ലീഗ്? അത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതാണോ? അങ്ങനെ കരുതാമോ ശ്രീ സജീവൻ? സമയം നമ്മുടെ മുമ്പിൽ വലിയ ഒരു ഭീകരമായിട്ടുള്ള ഉദാഹരണമോ അല്ലെങ്കിൽ തെളിവോ നിൽക്കുകയാണ് തെരഞ്ഞെടുപ്പ്. തെരഞ്ഞെടുപ്പിൻ്റെ ഏതാണ്ട് പകുതി കഴിയുന്ന ഘട്ടത്തിൽ പോലും, ഏതാണ്ട് മുക്കാൽ പങ്ക് കഴിയുമ്പോൾ പോലും അവിടെ BJP ഒരു തരംഗമുണ്ടാക്കുമെന്നോ അധികാരത്തിൽ വരുമെന്നോ ആർക്കും അറിയില്ലായിരുന്നു. പക്ഷേ അവിടെ BJP അധികാരത്തിൽ വന്നുവെന്ന് മാത്രമല്ല, 3-2 ഭൂരിപക്ഷം 4-3 ഭൂരിപക്ഷം കിട്ടിയെന്ന് മാത്രമല്ല, അവിടെ ഇന്ത്യയിൽ ഏറ്റവും തീവ്രമായ രീതിയിലുള്ള ഫാസിസ്റ്റ് നിലപാടെടുക്കുന്ന ആൾ ഇവിടെ മുഖ്യമന്ത്രിയാവുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിന് ഇന്നത്തെ പ്രസ്താവന വളരെ കൃത്യമായിട്ട് അറിയാവുന്നതാണ്, എന്തൊക്കെ ചെയ്യാൻ പോകുന്നുള്ള കാര്യം. അദ്ദേഹം അധികാരത്തിൽ വന്നതിന് ശേഷം നടപ്പാക്കിയ കാര്യങ്ങളെക്കുറിച്ച് അറിയാവുന്നതാണ്. അങ്ങനെ ഒരു അവസ്ഥ മുമ്പിലുണ്ടായിട്ട് പോലും നമ്മളിപ്പോഴും ഇവിടെയുള്ള മതേതര കക്ഷികളോ അല്ലെങ്കിൽ ഫാസിസ്റ്റ് വിരുദ്ധ കക്ഷികളോ എല്ലാവരും പരസ്പരം നിങ്ങളാണ് ഫാസിസ്റ്റ് ചേരിയിലുള്ളത് എന്ന് പറഞ്ഞ് തമ്മിൽ തല്ലുമ്പോൾ ഇതിലൊന്നും പെടാതെ നിൽക്കുന്ന നാട്ടുകാർക്ക്, വോട്ടർമാർക്ക് പലപ്പോഴും പുച്ഛമോ അല്ലെങ്കിൽ വളരെ സങ്കടമോ ഒക്കെയാണ് തോന്നുന്നത്. കാരണം ഇത് അപകടകരമായിട്ടുള്ള കളിയാണ്. ഈ കളിയിൽ ഇതല്ല വേണ്ടത്. ശരിക്കും വേണ്ടത് ഈ ഒരു വലിയ ഭീഷണി ഇവിടെ നിൽക്കുന്നു. മലപ്പുറം ജില്ലയിൽ UDFും LDFും ശക്തമായ പോരാട്ടത്തിലാവും. പക്ഷേ ഈ BJP പങ്കിനെക്കുറിച്ച് പരസ്പരം പറഞ്ഞുകൊണ്ടാവരുത്. ഇപ്പം മധു ഇവിടെ പറഞ്ഞപ്പോഴും വിജയരാഘവൻ പറഞ്ഞപ്പോൾ നിങ്ങളാണ് ഞങ്ങളാണെന്ന രീതിയിൽ പറയുമ്പോൾ ഒരു വലിയ ഭീഷണിയാണ്. നേരത്തെ ഞാൻ പറഞ്ഞ അരുവിക്കരയിൽ എന്താണ് സംഭവിച്ചത്? അരുവിക്കരയിൽ ഒരു വലിയ പരീക്ഷണം നടത്തി. 2 പക്ഷത്തു നിന്നും വോട്ട് മാറിയിട്ടുണ്ട്. ആ 2 പക്ഷത്തും വോട്ട് മാറിപ്പോയത് അവർക്ക് വലിയ നേട്ടം. അതിന്റെ ഭാഗമായി സമയപരിമിതി കൊണ്ടാണ് ഇടപെടുന്നതിൽ ക്ഷമിക്കണം. വളരെ നന്ദി ശ്രീ A സജീവൻ, ഒപ്പം തന്നെ ശ്രീ A വിജയരാഘവൻ, ശ്രീ പഴകുളം മധു, ശ്രീ നൌഷാദ് മണ്ണശ്ശേരി ചർച്ചയിൽ പങ്കുചേർന്ന് സംസാരിച്ചതിന്. ഏതായാലും മലപ്പുറം തെരഞ്ഞെടുപ്പ് ഒരു ലോക്സഭാ മണ്ഡലത്തിൽ മാത്രം നടക്കുന്ന തെരഞ്ഞെടുപ്പായി അല്ലെങ്കിൽ ആ വിധത്തിൽ വിലയിരുത്തപ്പെടുകയില്ല. വലിയ ചില കാര്യങ്ങൾ, മുന്നോട്ടുള്ള ചില ഓർമ്മപ്പെടുത്തലുകളൊക്കെ ആ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാം. അത് ഇതുവരെ ഉയർന്നു വന്നിട്ടുള്ള എല്ലാ വിഷയങ്ങളെയും കൂടി ബേസ് ചെയ്തു കൂടിയാണ്. ഏതായാലും അങ്ങനൊരു വിഷയം തന്നെയാണ് USDP യുമായി ബന്ധപ്പെട്ട്, വെൽഫെയർ പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നത്. ആ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്തത്.